ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് നീറ്റ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിവസമാണ് അല്ലേ? നിങ്ങൾ കാത്തിരുന്ന നീറ്റ് എക്സാം ഇന്ന് കൃത്യം 5:20 കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ എക്സാം പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്താലോ? അപ്പൊ ഈ സെഷനിൽ നമുക്ക് ബയോളജി പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ലെറ്റ്സ് ഡു നീറ്റ് എക്സാം 2024 ബയോളജി പേപ്പർ അനാലിസിസ്. മൈസെൽഫ് അനഘ. ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, ഡോക്ടർ മുഹമ്മദ് അനസ്, നമ്മുടെ സ്വന്തം AN സർ. അപ്പോൾ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറ് ഹോമിയോപ്പതിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മനസ്സറിഞ്ഞ ഒരു അധ്യാപകൻ കൂടിയാണ് സാറ്. 2015 സാറ് റേസിനോടൊപ്പമുള്ള യാത്ര തുടങ്ങിയത്. ഈ ഒരു 9 വർഷത്തെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് ബയോളജി ക്ലാസ്സുകൾ എടുക്കുക മാത്രമല്ല, അതിലുപരി നിരവധി മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, ഇതൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നീറ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നീറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഏരിയാസ് ഏതാണ്, അതുപോലെ തന്നെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് തന്നെ അദ്ദേഹത്തോട് ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഇത്തവണത്തെ നീറ്റ് എക്സാമിലെ ബയോളജി പേപ്പർ എങ്ങനെയാണെന്ന്. സർ, ഈ അടുത്ത കാലത്തായി നടന്ന നീറ്റ് എക്സാം ഇന്ന് നടന്ന നീറ്റ് എക്സാം കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു സർ മൊത്തത്തിൽ എക്സാം? ഈസി ആയിരുന്നോ അല്ല ടഫ് ആയിരുന്നോ? ഇന്നത്തെ ബയോളജി പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ബോട്ടണിയും സോളജിയും സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ സോളജി വളരെ സിമ്പിളായിരുന്നു. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഒന്ന് അറിയെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് കമ്പാരിറ്റീവ്ലി ചോദിച്ചത്. പക്ഷേ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ടൈം ലാഗിങ് ആണ്. ആൻസർ വളരെ സിമ്പിൾ ആണെങ്കിലും ടൈം കുറേ എടുത്തിട്ടേ കുട്ടിക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ സോളജിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1-2 കമ്പാരിസൺ പറയുകയാണെങ്കിൽ ബോട്ടണി കുറച്ചും കൂടെ ഒരു ടൈറ്റ് ആയിരിക്കും. ബോട്ടണിയിലെ ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ്, ഒരു 3-4 ട്രിക്കി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി ബയോളജി വളരെ ഈസി തന്നെയായിരുന്നു. ഓക്കെ സർ, അപ്പോൾ ഈ ബോട്ടണി കുറച്ച് ടഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സർ, എങ്ങനെയാണ് ഈ ടഫ്നെസ്? അതായത് ക്വസ്റ്റ്യൻ്റെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ ഒരുപാട് ലെങ്തി ആയിരുന്നോ? എങ്ങനെയായിരുന്നു സർ അതിന്റെ ഒരു പാറ്റേൺ? അത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല എന്നുള്ളത് കുട്ടിക്ക് ഒന്ന് 1-2 ചിന്തിച്ചുണ്ടാക്കണം. അല്ലാതെ ന്യൂമറിക്കൽ ആയതുകൊണ്ടോ അല്ലാതെ ലെങ്തി ആയതുകൊണ്ടൊന്നുമല്ല. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് ചെയ്യുമ്പോൾ ചില മക്കൾക്കൊക്കെ തെറ്റിപ്പോവാം. ഒരു 3 ക്വസ്റ്റ്യനൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യനുകളുണ്ട്. സർ, ഇപ്പൊ ഈ ട്രിക്കി ക്വസ്റ്റ്യന്റെ കേസ് പറഞ്ഞപ്പോ ഒരുപാട് ഉണ്ടായിരുന്നു സർ അങ്ങനത്തെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ വേണ്ടി? നമുക്ക് ചിലപ്പോ റാങ്ക് തീരുമാനിക്കുന്നത് അങ്ങനത്തെ 1-2-3 ക്വസ്റ്റ്യനുകളായിരിക്കും. അതിന് പറ്റിയ ഒരു 3 ക്വസ്റ്റ്യൻ അതിലുണ്ട് എന്ന് വിചാരിക്കാം. അത് സോളജിയിൽ നിന്ന് അങ്ങനെ പറയാനില്ല, ബോട്ടണിന്നാണ് അത്രേ ഉള്ളൂ. സോളജി ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സർ, നമ്മളിപ്പോൾ ഈ ടോപ്പിക് വൈസ് വെയിറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണോ ക്വസ്റ്റ്യൻ അത് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്? അത് ഇപ്പൊ ഈ പ്രാവശ്യത്തെ സിലബസിൽ ഇപ്പൊ ചില ടോപ്പിക്കുകൾ ഡിലീറ്റ് ചെയ്തല്ലോ. ആ ഡിലീറ്റ് ചെയ്തതിന് കമ്പാരിസൺ ആയിട്ട് വെയിറ്റേജ് ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണ് വന്നത്. നമ്മൾ ഡിലീറ്റ് ചെയ്തപ്പോൾ മറ്റുള്ള ചാപ്റ്ററുകൾക്ക് വെയിറ്റേജ് കുറച്ച് കൂടി എന്നല്ലാതെ കുട്ടി പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് വെയിറ്റേജ് വന്നത്. ജെനറ്റിക്സ് എന്നൊക്കെ 12 ക്വസ്റ്റ്യൻ വന്ന്, പിന്നെ ബയോടെക് ഒരു 7 ക്വസ്റ്റ്യൻ വന്ന്, പിന്നെ പ്രതീക്ഷിക്കാത്ത 2 ചാപ്റ്റർ വന്നത് ബയോഡൈവേഴ്സിറ്റി ചാപ്റ്റർ ചിലപ്പോൾ ചില കുട്ടികൾ ഒഴിവാക്കും. 1-2 ക്വസ്റ്റ്യനേ വരുള്ളൂ വിചാരിച്ച് അതിന് ഇപ്രാവശ്യം ഒരു 5 ക്വസ്റ്റ്യൻ കയറി വന്നു. അതുപോലെ ബയോമോളിക്യൂള് ഒരു 3 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നിടത്ത് ഒരു 6 ക്വസ്റ്റ്യൻ കയറി. എന്നാലും മറ്റുള്ള ചാപ്റ്ററുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റേജിനനുസരിച്ച് തന്നെയാണ് വന്നത്. ചില ചാപ്റ്ററുകളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഏറെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ ബയോഡൈവേഴ്സിറ്റിയും ബയോമോളിക്യൂളൊക്കെ. ഓക്കെ ഓക്കെ സർ, ഇപ്പോൾ ജെനറ്റിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ന്യൂമറിക്കൽസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടോ? ബിക്കോസ് ഈ നീറ്റ് കുട്ടികൾ എപ്പോഴും ഒരു പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യുന്ന ടോപ്പിക്സ് ആണല്ലോ ഈ ജെനറ്റിക്സും ബയോടെക്നോളജി ഒക്കെ. അപ്പോൾ ജെനറ്റിക്സിനൊക്കെ നല്ല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? ജെനറ്റിക്സ് നല്ല ക്വസ്റ്റ്യൻ വന്നു. ന്യൂമറിക്കൽ കൂടുതൽ വന്നില്ലെങ്കിലും ക്വസ്റ്റ്യൻ നല്ല മാക്സിമം വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ജെനറ്റിക്സിന് ക്വസ്റ്റ്യൻ വന്നത്. 12 ക്വസ്റ്റ്യൻ, ജെനറ്റിക്സ് 1 നിന്ന് 6ഉം ജെനറ്റിക്സ് 2 നിന്ന് 6 ക്വസ്റ്റ്യനും, പിന്നെ ബയോടെക്കും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ബയോടെക് 7 ക്വസ്റ്റ്യനോളം ചോദിച്ചു. അപ്പോൾ ആ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 16 ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു ഏകദേശം ഒരു 20 ക്വസ്റ്റ്യനോളം ആ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ സർ, ഇപ്പോൾ ഈ ഡിലീറ്റഡ് പോർഷൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഫ്രോഗിന്റെ ഒരു സെഷൻ, അതുപോലെ തന്നെ പ്ലാന്റ് ഫാമിലി, അപ്പൊ ഇങ്ങനെ കുറച്ച് സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു സർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ? അത് ഈ പ്രാവശ്യം കുട്ടികൾ ടെൻഷൻ അടിച്ചൊരു സാധനമാണല്ലോ. ഇപ്പോൾ സാധനം ആഡ് ചെയ്തല്ലോ, ഇത് നമ്മൾ ബുക്കിലില്ലല്ലോ,
അത് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നൊക്കെ കുറേ കുട്ടികൾ ടെൻഷൻ അടിച്ച് നടന്നായിരുന്നു. അതിനൊന്നും ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നില്ല എന്നുള്ള സത്യം. പ്ലാൻ ഫാമിലിയിൽ നിന്നൊന്നും ഒരൊറ്റ ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം സിലബസിൽ പോലും ആഡ് ചെയ്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. പിന്നെ അതുപോലെ എല്ലാ വർഷവും ഒഴിവാക്കിയ ഒരു സാധനമായിരുന്നു ഫ്രോഗ്. അത് ഈ പ്രാവശ്യം ആഡ് ചെയ്ത് ഫ്രോഗിന്ന് ക്വസ്റ്റ്യൻ വന്നില്ല. പിന്നെ NCERT-യിൽ ഇല്ലാത്തൊരു സാധനം കോക്രോച്ച് എന്ന് ക്വസ്റ്റ്യൻ വന്നു. അങ്ങനെ കുട്ടികൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ മെനക്കെട്ട് പോയി പഠിച്ചെങ്കിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ പ്യൂർ NCERT തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അല്ലാതെ ഇവർ എക്സ്ട്രാ പറഞ്ഞ സിലബസിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ കാര്യമായിട്ട് വന്നിട്ടില്ല. ഓക്കെ സർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൊത്തം ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ടഫ് എന്ന് പറയാൻ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും? അതൊരു ആവറേജ് ഒരു 4 ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യന് മാക്സിമം ഒരു ടഫ് പറയാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനുകളാണ്, പക്ഷേ ടൈം ലാഗിങ് ആണ്. കുട്ടി വിചാരിച്ച സമയത്തിന് എഴുതി തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ എളുപ്പമാണെങ്കിലും സമയം കുറേ ബയോളജിയിൽ കുട്ടിക്ക് വേസ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മളൊരു 45 മിനിറ്റൊക്കെ ഒരു കുട്ടി ബയോളജിക്ക് മാറ്റി വെച്ചുള്ളെങ്കിലും ആ 45 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടികളെ മൈൻഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടായി എന്നുണ്ടാവാം. അത് ഈ ഒരു കാരണം കൊണ്ടാണ്, സമയത്തിന് ചെയ്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ കൺസെപ്ച്വലി ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു 3-4 ക്വസ്റ്റ്യൻ ഒന്ന് കുട്ടീനെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണ്, അതായത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു എന്നല്ലേ? അതന്നെയാണ് എന്റെ കൺക്ലൂഷൻ. ടൈമോ ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ തന്നെയാണ്, പക്ഷേ ടൈം കൺസ്യൂം ആയിട്ടുള്ള അതായത് കൺസെപ്റ്റ് നന്നായിട്ട് അറിയുന്ന ഒരു കുട്ടിക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇത്ര ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചല്ലോ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഓക്കെ സർ. ഈ പരീക്ഷ എഴുതി വെച്ച കുട്ടികളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സർ. അതായത് ഇപ്പോൾ നമ്മുടെ ഈ നീറ്റ് ആസ്പിറൻസിനെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്നത്തിലേക്കുള്ള ഒരു ആദ്യത്തെ ചുവടാണ് ഇന്ന് നടന്ന നീറ്റ് എക്സാം എന്ന് പറയുന്നത്. അതവർക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, അവരുടെ അധ്യാപകരിലും അതുപോലെ തന്നെ സിലബസിലും അതിലുപരി അവരവരിലും തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വിശ്വാസമാണ് അല്ലേ? ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ റേസിനെ വിശ്വസിച്ച് റേസിന്റെ കൂടെ നിന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങൾക്ക് ഒരു നല്ലൊരു റിസൾട്ട് മാത്രമേ തിരിച്ചു കൊടുക്കാനുള്ളൂ. ഈ നീറ്റ് എക്സാം എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയൊരു വിജയം തന്നെ ആശംസിക്കുന്നു. അപ്പോൾ ഇനി എക്സാം കഴിഞ്ഞു, ഇനി അത് മാറ്റി വെക്കുക. ഇനി നിങ്ങൾ റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ്. ഇനി റിസൾട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതോടൊപ്പം തന്നെ നമ്മളോട് ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച AN സാറിന് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ.